ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് ഇന്ന് ചിന്തിക്കാൻ വേണ്ടി ദൈവം തരുന്നത് 1 ശമൂവേൽ 6 അധ്യായത്തിൻ്റെ 20 വചനമാണ്. ഈ പരിശുദ്ധനായ യഹോവയുടെ മുമ്പാകെ നിൽപ്പാൻ ആർക്ക് കഴിയും? നമുക്ക് ദൈവത്തിൻ്റെ മുമ്പാകെ നിൽപ്പാനുള്ള യോഗ്യതയുണ്ടോ എന്നുള്ളത് നാം പരിശോധിക്കാം. ഇവിടെ പറയുന്നത് വിശുദ്ധന്മാർക്ക് മാത്രമേ ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കുവാൻ കഴിയുള്ളൂ. ദൈവത്തിൻ്റെ മുമ്പാകെ വിശുദ്ധിയോടെ നിൽക്കുന്നില്ല എങ്കിൽ അത് നമുക്ക് ശാപമായും ദോഷമായും ഭവിക്കും. അതുകൊണ്ട് സമാധാനം നഷ്ടപ്പെടും. ദൈവത്തിൻ്റെ മുമ്പിൽ വിശുദ്ധി നഷ്ടപ്പെട്ട് ജീവിക്കുന്നവർക്ക് സമാധാനമുണ്ടാകുകയില്ല. അതുകൊണ്ട് നമ്മുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുക. വിശുദ്ധി ഇല്ല എങ്കിൽ വിശുദ്ധിയെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യം നാം ചെയ്യേണ്ടത്. ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കുവാൻ എനിക്ക് വിശുദ്ധി ഉണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. ആദ്യം ആ പരിശോധന ചെയ്തിട്ട് ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ ദൈവം തമ്പുരാൻ ഇടയാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വചനത്തിന് വിരമിക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.